Hello everyone, welcome to CUET tutorial. Here a topic on quantitative aptitude number system. അതിലെ ഒരു പോർഷനാണ് ഡിവിസിബിലിറ്റി റൂൾ. ഈ ഡിവിസിബിലിറ്റി റൂളിലൂടെ നമുക്ക് 2 to 19 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിവിസിബിലിറ്റി ബൈ 2. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഏതൊരു നമ്പറാണോ തന്നിട്ടുള്ളത് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പറോ സീറോ ആണെങ്കിൽ നമുക്കറിയാം ആ നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 226 എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 is an even number. So 226 is divisible by 2. ഇനി 384 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4, അതും ഒരു ഈവൻ നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് divisible by 2. ഇനി divisibility by 3 ചെക്ക് ചെയ്യാം. 384 ഒരു നമ്പർ എടുത്തു. So add all the digits of the number. That is 8 plus 4 12, 12 plus 3 15. 15 എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് that number is divisible by 3. So we can say that if the sum of the digits of a number is divisible by 3, that number is divisible by 3. ഇനി divisibility by 4 ചെക്ക് ചെയ്യാം. അതിന് 384 ഈ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. സോ 84നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ we are getting 0. So we can say that number is divisible by 4. ഇനി divisibility by 5 ചെക്ക് ചെയ്യാൻ ഈസിയാണ്. ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ that number is divisible by 5. Next is divisibility by 6. If the number is divisible by 2 and 3, we can say that number is divisible by 6. For example, 390. Last digit is 0, so it is divisible by 2. In 3 plus 9 plus 0, which is equal to 12. 12 is a multiple of 3, so we can say that it is divisible by 3 also. So it is divisible by 3 into 2, which is equal to 6. ഇനി divisibility of 7 ചെക്ക് ചെയ്യാൻ 1771 ഒരു നമ്പർ തന്നാൽ double the last digit and subtract it from the remaining digit. Double the last digit എന്ന് പറയുമ്പോൾ 1 into 2 is 2. Then subtract it from the remaining digit, that is 177 minus 2 is 175. ഇനി ഈ പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 5 2s are 10. ഇനി 17ന് 10 മൈനസ് ചെയ്യാം. നമുക്കപ്പം 7 കിട്ടി. സോ ലാസ്റ്റ് 7 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 അല്ലെങ്കിൽ 0 കിട്ടിയാൽ നമുക്കറിയാം that number is divisible by 7. ഇനി divisibility by 8. divisibility by 8 ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക ഒരു നമ്പറിന്റെ, ദാറ്റ് ഇസ് 824 ഇവിടെ. സോ 824നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിട്ട് കിട്ടിയാൽ നമുക്ക് പറയാം that number is divisible by 8. ഇവിടെ റിമൈൻഡർ 0 ആയാണ് കിട്ടുന്നത്. സോ ഇറ്റ് is divisible by that number. 1824 is divisible by 8. Next is divisibility by 9. The sum of the digits is divisible by 9. We can say that number is divisible by 9. For example, 6849. So 6 plus 8 plus 4 plus 9, which is equal to 27. 27 is a multiple of 9. So we can say that 6849 is divisible by 9. But 9ന്റെ divisibility ചെക്ക് ചെയ്യാൻ എല്ലാ ഡിജിറ്റ്സും സം ചെയ്യുക. ആ സം 9ഓ 9ന്റെ മൾട്ടിപ്പിളോ ആണോ എന്ന് ചെക്ക് ചെയ്യുക.